ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസും ബീഫ് കറിയുമാണ്. അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വരൂ നമുക്ക് ഫ്രൈഡ് റൈസും ബീഫ് കറിയും എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണാം. നമ്മുടെ രുചികരമായ ഫ്രൈഡ് റൈസാണ്. നമ്മൾ ടൂറ്റി ഫ്രൂട്ടി എല്ലാം ഇട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ബീഫ് കറിയും വളരെ നല്ല ബീഫ് കറിയാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ബസുമതി അരി, ഒരു 1.5 കിലോ അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല വെളുത്ത ബസുമതി അരിയാണ്. അത് ഒന്ന് നല്ലവണ്ണം നമുക്ക് കഴുകി വെക്കാം, വാഷ് ചെയ്ത് വെക്കാം. ഒരു 3 പ്രാവശ്യം അത് വാഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ അത് കുതിരാൻ വെക്കണം. വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. എന്നാലേ ആ ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കുതിർത്ത് വെക്കുന്നത്. ഇച്ചിരി കൂടുതൽ നേരം കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1 മണിക്കൂറാണ് കുതിർത്ത് വയ്ക്കുന്നത്. നമ്മൾ ടൂറ്റി ഫ്രൂട്ടി എല്ലാം ഇട്ട് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഈസ്റ്ററിനൊക്കെ നല്ല സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നമുക്കിനി അത് 1 മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം. ആദ്യമായിട്ട് നമ്മളൊരു ചരുവം അടുപ്പിലോട്ട് വെച്ച് ഒരു 50 ഗ്രാം നെയ്യ് ഒഴിക്കുന്നു. നെയ്യ് ചൂടായ ശേഷം നമ്മൾ കറുകപ്പട്ട, 2 കറുകപ്പട്ടയും 2 സ്റ്റാറും 5 ഏലക്കായും 6-7 ഗ്രാമ്പും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നു. ചൂടായ ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നമ്മൾ ഊറ്റിയെടുക്കുന്നതാണ്, അതുകൊണ്ട് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ആ ചോറ് വേവാൻ ആവശ്യമായ ഉപ്പ് ഞാനിവിടെ ഒരു 3 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ വെള്ളത്തിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും രുചി ഒന്ന് കൂടാനും വേണ്ടിയിട്ടാണ് നമ്മളത് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന അരി നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് കോരിയെടുക്കാം. 1 മണിക്കൂറായി നമ്മുടെ അരി കുതിർക്കാൻ വെച്ചിട്ട് അതിനി ഒന്ന് വാരി വെക്കാം. നല്ല രുചികരമായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളം തിളച്ചിരിക്കുകയാണ്. നമുക്ക് കുതിർത്ത് വെച്ച അരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ബസുമതി അരിയാണ്, നല്ല അരിയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞു. നമുക്കത് അടച്ചു വയ്ക്കാം. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വേവും. അത്രയും സമയം മതി. അപ്പോൾ നമ്മളൊരു പകുതി വേവായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെന്തിട്ടില്ല, നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കണം നിർബന്ധമൊന്നുമില്ല, പെട്ടെന്ന് വേവാനാണ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ചോറ് ഇപ്പോൾ വെന്തിട്ടുണ്ട്.
ഫുള്ളങ്ങ് വേവരുത്, ഒരു 80-85% എന്താ മതി. മറ്റേത് ബാക്കി ആവിക്കിരുന്ന് തന്നെ ആ വേവ് ആകുന്നതായിരിക്കും. 100% വെന്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. നമ്മളെ ചോറ് ഊറ്റിയെടുക്കാൻ വെന്തു. ഊറ്റിയെടുക്കുന്നതുകൊണ്ടാണ് വെള്ളം ഇച്ചിരി കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചോറിന് വേണ്ട ശകലം ഇൻഗ്രീഡിയൻസിനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, നമ്മൾ ഒരു 100 ഗ്രാം ക്യാരറ്റാണ് ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത്. അതിനുശേഷം നമ്മൾ ബീൻസ്, ഒരു 100 ഗ്രാം ബീൻസ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം. അധികം മൂത്ത് പോകരുത്, നല്ലവണ്ണം ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ചെറുതായിട്ട് ചൂണ്ടത്ത് കിടന്ന് ഒന്ന് കടിക്കുകയൊക്കെ വേണം, എങ്കിലേ അതിനൊരു രുചിയുള്ളൂ. വെന്ത് പോയി കഴിഞ്ഞാൽ അത്ര കൊള്ളത്തില്ല. നമുക്ക് അത് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് നമുക്ക് കോരിയെടുക്കാം. ഈ പരുവത്തിന് മതി. അധികം അത് മൂപ്പിക്കാൻ പോയി അതിൻ്റെ കളറെല്ലാം പോവും, പിന്നെ കൊള്ളത്തില്ല. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ഓക്കെ, നമുക്ക് ഈ ചോറ് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് വീണ്ടും പാത്രം അടുപ്പിൽ വെച്ച് ആ ചോറ് പാത്രത്തിലോട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനാണ്. ഇനിയിപ്പം പ്രത്യേകിച്ച് വേവിക്കാനൊന്നുമില്ല. നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കിയത് യോജിപ്പിക്കുക. കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നു. ചുമപ്പും പച്ചയും, ഇതൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മുന്തിരിങ്ങായും ഒരു 100 ഗ്രാം മുന്തിരിങ്ങായും നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ഒരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ്. അതുകൊണ്ടാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബീഫ് കറി വെക്കാനായിട്ട് അടുപ്പിലോട്ടൊരു ഉരുളി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു 100 ഗ്രാം വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1 സ്പൂൺ കടുക് ഇടുന്നു. കടുക് പൊട്ടിയ ശേഷം നമ്മൾ സവോള, ഒരു 5 സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കുന്നു. അതിനുശേഷം നമ്മൾ തക്കാളി, ഒരു 4 തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു 5 പച്ചമുളകും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അത് ഇളക്കി കൊടുക്കുന്നു. വീണ്ടും നമ്മൾ 2 കുടം വെളുത്തുള്ളി ചതച്ചതും ചെറിയ 2 കഷ്ണം ഇഞ്ചി ചതച്ചും കൂടെ അതിൻ്റെ തൊട്ടിട്ട് നല്ലവണ്ണം ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നു. മല്ലിപ്പൊടി പച്ചമണം മാറിയ ശേഷം നമ്മൾ മല്ലിപ്പൊടി ഒരു 5 സ്പൂണും മഞ്ഞൾപ്പൊടി 2 ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ മുളക് പൊടി ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അത് മൂത്ത ശേഷം വെള്ളം ഒഴിക്കുന്നു. ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. നമുക്ക് അധികം ചാറ് വേണ്ട, അധികം ചാറായ കൊള്ളത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിലാകാം. അതിനുശേഷം ഒരു 4 സ്പൂൺ മസാലയും നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയാണ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഒരു 3 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി ആ മസാല യോജിപ്പിക്കുന്നു.
അതൊന്ന് തിളച്ച ശേഷം നമ്മൾ 2 കിലോ ബീഫ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ബീഫ് നേരത്തെ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുന്നു. ഏതാണ്ട് 1.5-2 മണിക്കൂറോളം ആകും ഇതൊന്ന് വെന്ത് കിട്ടാൻ. ബീഫ് കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വേവും. ഒരു 10 വിഷിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു 3 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലവണ്ണം അത് ഇളക്കി യോജിപ്പിച്ചു അടച്ചു വയ്ക്കാം നമുക്ക്. ഇനി അത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു തേങ്ങ ചിരണ്ടി എടുത്തത് നമ്മൾ ശകലം ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കുന്നു. നമ്മൾ ബീഫ് കറിക്കകത്ത് ഒഴിക്കാനാണ്. അധികം വെള്ളം വേണ്ട, നമ്മൾ ഒറ്റ പാലേ എടുക്കുന്നുള്ളൂ. നമ്മൾ തേങ്ങ ഞെരടിയ ശേഷം അത് തേങ്ങയുടെ പാലെടുക്കുകയാണ്. ഏതാണ്ട് ഒരു 3/4 ഗ്ലാസ് പാല് നമുക്ക് മതി. 2 കിലോ ബീഫല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത്രയും മതി. ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അധികം വെള്ളം വേണ്ട, നല്ല പാലായിരിക്കണം, എന്നാലേ കറിക്ക് അതിൻ്റെ രുചി ഉണ്ടാകത്തുള്ളൂ. ഞാൻ അരിപ്പൊന്നും ഉപയോഗിക്കുന്നില്ല, കൈ കൊണ്ട് തന്നെ അരിച്ചെടുക്കുകയാണ്. അരിപ്പടയൊന്നും ആവശ്യമില്ല, നമ്മളെ കയ്യിൽ തന്നെ അത് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് ആ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നേരത്തെ ഉള്ള ടേസ്റ്റിൽ നിന്നും ഒരു ഡബിൾ ടേസ്റ്റിലോട്ടത് മാറുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കറി വാങ്ങി വയ്ക്കാം. അധികം തിളച്ച് പോകരുത്, കൊള്ളത്തില്ല. നമ്മളെ കറി തിളച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ പരുവത്തിലാണ് നമ്മൾ കറി എടുക്കുന്നത്. ഇനി അതിന് നമുക്ക് കറിക്ക് ഒരു കടു വറക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ അതിലൊഴിച്ച് അതിന് ശേഷം 1 സ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുന്നു. ഒരു ഗോൾഡൻ കളറായി വരണം. ഗോൾഡൻ കളറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 5 തണ്ട് കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില മൂത്ത ശേഷം നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ, വളരെ ടേസ്റ്റാണ്. നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കടുക് വറുത്തത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയത് നല്ലവണ്ണം അത് മിക്സ് ചെയ്യാം. നമ്മുടെ കറി ഈ പരുവത്തിലാണ് വേണ്ടത്. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഒരു ശകലം ചാറ് വേണമല്ലോ. നമുക്ക് ഒരു ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലേറ്റിലോട്ട് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് കോരിയെടുക്കുകയാണ്. നമ്മുടെ അതിനുശേഷം നമ്മൾ ബീഫ് കറി പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസും ബീഫ് കറിയും. വളരെ രുചികരമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. ഫ്രൈഡ് റൈസ് സൂപ്പർ, നല്ല ഫ്രൈഡ് റൈസും ബീഫ് കറിയാണ്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണേ. ഓക്കെ.